നമുക്കിന്ന് കഴിക്കാനായിട്ട് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയാലോ? മുട്ട സൈഡിലുണ്ട് കേട്ടോ, പേടിക്കണ്ട. ആദ്യം സവാള എടുക്കുക, കട്ട് 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 കട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചതയ്ക്കുക. അത് കഴിഞ്ഞിട്ട് തക്കാളി എടുക്കുക, അരിഞ്ഞിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് മൂത്തൊരു നല്ല മണം വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ, അപ്പോൾ വേഗം വഴന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. അതിൻ്റെ ഇടയിൽ നമുക്ക് സൈഡിൽ കൂടെ നമ്മുടെ പുട്ട് റെഡിയാക്കാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ മുട്ടക്കറിയിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തക്കാളിയും വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റാം. ഇനി അപ്പുറത്തെ സൈഡിൽ പുട്ട് വേവാനുള്ളത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് മുട്ടക്കറിയിലേക്കുള്ളത്. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് നല്ലോണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കുക, ഇരുന്ന് വേവാനായിട്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് കേട്ടോ മുട്ട പൊട്ടിക്കൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാർട്ടാണ്. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ഫീലാണ്. നമുക്ക് മുട്ടയൊക്കെ തൊലി കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് മുട്ടക്കറിയിലേക്ക് ഇടാം. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആണ് വെക്കുന്നത്, കാരണം താറാമുട്ടയും കോഴിമുട്ടയും രണ്ടും എടുത്ത കാരണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ.